അപ്പോൾ ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ. കുളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നമ്മുടെ കുളങ്ങളൊക്കെ അല്ല കുളങ്ങളല്ല ഒരു കുളമുള്ളൂ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകുളത്തിലെ വിശേഷങ്ങളാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് ആകെ ഇലകളൊക്കെ വീണ് നമ്മുടെ മീൻകുളത്തിൻ്റെ വലയൊക്കെ ആകെ നിറഞ്ഞാശായിരിക്കുക. അപ്പോൾ അതൊക്കെ മറ്റേ കെട്ടഴിഞ്ഞ് തൂങ്ങി എടുക്കുക, വെള്ളത്തിലേക്ക് ഇങ്ങനെ തൂങ്ങി എടുക്കുക. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ ചീഞ്ഞ് അതിൻ്റെ വേസ്റ്റുകളൊക്കെ തങ്ങി നിൽക്കുക. അപ്പോൾ നമുക്ക് ആ വലയൊന്ന് ക്ലീൻ ചെയ്യണ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വരാൻ പോണത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പോയാലോ. പറമ്പിലൊക്കെ പണി നടക്കണം. അപ്പോൾ പുല്ലുകളൊക്കെ പറിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇവിടെ നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ. കുളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഈ പട്ടയൊക്കെ ചാഞ്ഞ് നിന്ന്, പിന്നെ അവിടെ നിന്ന് മാവിൻ്റെ ഇലയൊക്കെ വീണ് ചീഞ്ഞ്, പിന്നെ ഈ സൈഡിലൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ചീഞ്ഞ് മറ്റേ വലയുടെ മുകളിൽ ചീഞ്ഞ് കിടക്കുക ഇലകളൊക്കെ. അപ്പോൾ ഈ ഇലയിൽ വെള്ളം ഒന്ന് നിറഞ്ഞിട്ട് ആ വല കിടന്ന് തൂങ്ങണം. അപ്പോൾ നമുക്കിതൊക്കെ വൃത്തിയാക്കലാണ് ടാസ്ക്. അപ്പോൾ നമുക്ക് ക്ലീനിങ് തുടങ്ങാം. നമ്മുടെ കുളങ്ങളൊക്കെ കുളങ്ങളല്ല ഒരു കുളമുള്ളൂ. അപ്പോൾ ഈ കുളം നമുക്ക് ക്ലീനിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചവറുകൾ ആദ്യം പറക്കി കളയിലാണ് പണി. പറക്കി കളഞ്ഞാൽ അത് മാത്രമല്ല, ഒന്നുകൂടി വലയൊന്ന് സ്ട്രോങ് ആക്കണം. കാരണം വലടക്കം പൊന്തിച്ച് തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീനിങ് തുടങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്ര ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. കാരണം ഈ വലയമത്തെ പരമാവധി നമ്മൾ കരടൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം മഴ പെയ്യണ കാരണം നമ്മൾ കയറി നിൽക്കണം. ഈ ഏരിയ ഫുള്ള് നമ്മൾ വെട്ടി വെടപ്പാക്കി. ഇനി ഈ കരട് ഫുള്ളും ഈ ചവറുകൾ ഫുള്ളും നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഈ വലയൊന്ന് വലിച്ച് കിട്ടും. കാരണം അത് ചവറ് തിങ്ങിയിട്ട് ഞാന്ന് കിടക്കാറുന്നു വല. അപ്പോൾ ഒന്ന് വലിച്ച് കയറ്റി
വലിച്ച് കയറ്റിയിട്ട് ഒന്ന് കെട്ടണം. അപ്പോൾ കയറ്റി കെട്ടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി കട്ടയൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ചാട്ടണം മീൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പകുതി മുക്കാലും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ഉണ്ട്. കുറച്ച് കരടും കൂടി ഉണ്ട്. കരടെന്ന് പറഞ്ഞാൽ ചവറ്, നമ്മുടെ മാവിൻ്റെ ഇല, പിന്നെ പ്ലാവ്, പിന്നെ പ്ലാവിൻ്റെ മാവിൻ്റെ പിന്നെ കുറേ ഇലകൾ ഇങ്ങനെ, പിന്നെ വവ്വാൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകുമ്പോൾ കശുമാങ്ങര വേസ്റ്റ്, പിന്നെ മാങ്ങ, ചക്കേര കുരു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ടാണ്. ഇനി ആ ചവറും കൂടി നമ്മൾ മാറ്റി കഴിഞ്ഞാൽ വല വലിച്ച് കെട്ടും. വലിച്ച് കെട്ടിയിട്ട് ഈ കട്ടകളൊക്കെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് വെക്കും കേട്ടോ. ഇത് നമ്മളിനി ചെയ്യാൻ പോണത്. ഇപ്പം ഇത്ര ക്ലീൻ ആയിട്ടുണ്ട്. ഇനി മഴ പെയ്യുന്നുണ്ട്. മഴ മാറിയിട്ട് ഇത് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ. വെറുതെ പനി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ വലയിലത്തെ ചവറുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എല്ലാം വലിച്ചു കെട്ടിന് വലകളൊക്കെ. പിന്നെ അങ്ങനെ മൊത്തം ക്ലീനായി. ഇപ്പോൾ മീൻ ചാടിയാലും ഇപ്പോൾ പോവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലുകളൊക്കെ കറക്റ്റാക്കി ലൈനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ എല്ലാവരും ബ്രാലിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കുക. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ബ്രാലി ചാടി പോവും. വല കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ബ്രാലി ചാടി പോവും. ചെറിയ ഗ്യാപ്പ് മതി. അപ്പോൾ വർഷകാലത്ത് ചാടി പോകാൻ ചാൻസ് 100% കൂടുതലാണ്. അപ്പോൾ വല മുട്ടിച്ച് ഇതുമാതിരി കല്ല് വയ്ക്കാൻ കല്ല് വയ്ക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെയിറ്റൊക്കെ കയറ്റിക്കാൻ പിന്നെ കയറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒക്കെ ക്ലീൻ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ബാക്ക് സൈഡ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ കുളം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡുകളൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ഈ സൈഡൊക്കെ ക്ലീൻ ചെയ്തു. ഇനി വല വലിച്ച് കെട്ടിയിട്ട് ഇനിയിപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ മഴ കഴിഞ്ഞാൽ ഒന്നുകൂടി വലിച്ച് കെട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിച്ച് കെട്ടി, എന്നാലും ചെറിയ ചുളുകൾ അവിടെ ഇവിടേക്ക് ഉണ്ടെന്നുണ്ട്. അപ്പോൾ നമ്മളത് വലിച്ച് കെട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്ത കുളം കേട്ടോ. ഈ കണ്ട പച്ചപ്പായാലും വന്നു കണ്ട. വെള്ളം ഇപ്പോൾ മാറ്റാൻ പറ്റിയിട്ടില്ല. മഴയും പിന്നെ വെയിലും കൊണ്ടാണ് ഈ പച്ചപ്പായാലും വന്നിട്ടില്ല. സംഭവം ബ്രാലിന് വലിയ കലാപമൊന്നുമില്ല കേട്ടോ. ബ്രാലൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തട്ടോ. അപ്പോൾ സബ്സ്ക്രൈബർ ചെയ്യാത്ത വല്ലവരും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസ് ഇനിയും ഒന്ന് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മൊബൈലിൽ എടുക്കണ കാരണം ഇത്ര ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ കുറച്ച് കൂടിയും കഴിഞ്ഞ് ഞങ്ങൾ നല്ല ക്യാമറയ്ക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പറ്റാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ.